രണ്ട് പരാതി പറയാനുണ്ട്. രമ്യ മെൽസ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു ആസ്ഥാന ആങ്കറാണ്. അതെ, ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അനുവിനെ ഇന്റർവ്യൂ ചെയ്തു, എന്നെ ഇന്റർവ്യൂ ചെയ്തു. അനുവിന്റെ അടുത്ത് മാത്രം പറഞ്ഞു ഞാൻ സ്വപ്നം കണ്ടു അനുമോൾ ട്രോഫി ആയിട്ട് വരുന്നു. ഞാൻ എന്നെ ഇന്റർവ്യൂ ചെയ്തപ്പോ ഈ രമ്യ എവിടെ ആയിരുന്നു, എന്ത് സ്വപ്നമാണ് കണ്ടത്, അത് കിട്ടത്തില്ലെന്നാണോ, ഫസ്റ്റ് ലവ് എവിക്റ്റ് ആവുമെന്നാണോ സ്വപ്നം കണ്ടത്? എന്തായാലും അതുകൊണ്ടാണോ ഇല്ലയോ എന്ന് എനിക്ക് അറിയത്തില്ല. എല്ലാവരും ടിവിയിൽ എന്നെ കണ്ടു, രഞ്ജിത്ത് ഇതിനകത്തുണ്ടെന്ന് അറിഞ്ഞു. എന്നാ പിന്നെ നോമിനേഷനിൽ വന്നു, എന്നാ പിന്നെ വോട്ട് ചെയ്ത് കളയാന്ന് വിചാരിച്ചു. ഹോട്ട്സ്റ്റാർ ഇല്ലാത്തവർ ഹോട്ട്സ്റ്റാറൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് പരിപാടി തുടങ്ങി. ഇത് എവിടെ വോട്ട് ചെയ്യുന്നതെന്നൊക്കെ നോക്കി ഞാൻ ഫ്രണ്ട് നിൽക്കുന്നു. എന്റെ വീട്ടിൽ തന്നെ ഞാൻ അനിയന്മാരൊക്കെ എടുത്തപ്പോ ഞാൻ അവിടെ ഇരിക്കുന്ന ആ അവസ്ഥയാണ്. അപ്പൊ രമ്യ എടുത്ത് എനിക്ക് ചോദിക്കാൻ കണ്ടില്ല. രമ്യ ചേച്ചി എന്തുകൊണ്ടൊന്ന് സ്വപ്നം ഒന്ന് മാറ്റി കണ്ടില്ല, എന്നെ ഫസ്റ്റ് എവിക്റ്റ് ആക്കാനുള്ള സ്വപ്നമാണോ രമ്യ കണ്ടത്? തീർച്ചയായിട്ടും ചോദിക്കും. അതിന് നമ്മുടെ ഈ ഷോയെ കുറിച്ച് ഇത് വെൽ ഓർഗനൈസ്ഡ് ആയിട്ടുള്ള ഇത്രയും മനോഹരമായിട്ട് ഇങ്ങനെ ഒരു കാര്യം, സാധാരണ സാറ്റലൈറ്റ് ചാനലിന് അവർക്ക് ഒരുപാട് ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്, മാർക്കറ്റിംഗ് സംവിധാനങ്ങളും എല്ലാം ഉണ്ട്. അപ്പൊ അവർക്ക് അതൊരു ഇതുപോലെ ഒരു അവാർഡിനായിട്ട് ഇപ്പൊ കൊച്ചിയിൽ ഫിലിം ഫെയർ നടത്തി, അവർക്ക് എത്രയോ വർഷങ്ങളായിട്ട് അത് ചെയ്ത് പ്രാക്ടീസ് ഉള്ള എക്സ്പീരിയൻസ് ഉള്ള എത്രയോ നാഷണലി, അതായത് ഇന്ത്യ മുഴുക്ക വ്യൂസ് ഉള്ള സംഭവങ്ങളാണ്. അപ്പൊ അത് അതുപോലെ അല്ലെങ്കിലും ഇത് അതിനോട് കിടപിടിക്കുന്ന രീതിയിൽ ഇത്രയും മനോഹരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് ഈ റെഡ് കാർപ്പറ്റ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഈസി തിങ്. അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമല്ല.